ഹായ് ഹലോ കൂട്ടുകാരെ. ചിക്കൻ കറി അടുപ്പിലാക്കി. ഞാൻ ബിസി ആയതുകൊണ്ടാണ്, ബിസി ആയതുകൊണ്ടല്ല, ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് വഴറ്റുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ അടുപ്പിലിരുന്ന് വെന്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് പാലക്ക് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. പാലക്ക് തോരൻ വയ്ക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പാലക്ക് തോരൻ വയ്ക്കാൻ പോവാണേ. തോരൻ വയ്ക്കുന്ന പാനിനകത്ത് ഞാൻ ചിക്കൻ വെച്ചത് കേട്ടോ. നമ്മൾ ഈ അരിത്തോരൻ പോലെ ഇലത്തോരൻ വെക്കുന്ന ഉടനെ അരി ഇട്ട് കടുക് വറക്കത്തില്ലേ? പക്ഷെ ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. പാലക്ക് തോരന് ഞാൻ എന്ത് തേങ്ങ എടുത്ത് വെക്കാൻ മറന്നുപോയി കേട്ടോ. വെളുത്തുള്ളിയും പച്ചമുളകും ഇടാം. കടുക് പൊട്ടി കേട്ടോ. സമയം ഒത്തിരിയായി കേട്ടോ. സവോള ഇട്ട് കൊടുക്കാം. പാലക്ക് പെട്ടെന്ന് നമുക്ക് ചോറിന് കൂട്ടിന് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് തോരൻ വയ്ക്കണമെന്നുണ്ടെങ്കിൽ പാലക്ക് കഴുകി നമുക്ക് വെച്ചിട്ട് സവോള അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് വെളുത്തുള്ളി അരിഞ്ഞിട്ട് കടുക് വറുത്ത് തേങ്ങായി വിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അങ്ങ് വെച്ചാൽ മതി. പെട്ടെന്ന് നമുക്കൊരു തോരനാവും. ചോറിനാണെങ്കിലും കുബൂസ് കഴിക്കാനാണെങ്കിലും ചപ്പാത്തി കഴിക്കാനാണെങ്കിലും ഒരു കറിയാവും. കറിയല്ല, തോരൻ. ഓൾറെഡി ഈ ഇലയ്ക്ക് ഉപ്പുണ്ടോ? ഞാൻ ഒരു തുള്ളി ഉപ്പ് ഇടുന്നുള്ളൂ കേട്ടോ. സാധാരണ ഞാൻ ഈ തോരന് ഉപ്പിടുമ്പോൾ ഉണ്ടല്ലെങ്കിൽ ഇലത്തോരനൊക്കെ കണ്ട ഞാനൊരു പൊടിക്കേ ഉപ്പിടുന്നുള്ളൂ കേട്ടോ. സൂക്ഷിച്ച് ഈ പാലക്ക് തോരൻ വയ്ക്കുന്ന ഉപ്പ് ചേർക്കാവുള്ളൂ. ഞാൻ നല്ല ചുമ്മാ ഉള്ളി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇട്ടതേ ഉള്ളൂ. എപ്പോൾ ഞാൻ വെച്ചാലും ഇച്ചിരി ഉപ്പ് മുന്നോട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ പാലക്ക് തോരൻ വയ്ക്കുന്ന ഉടനെ ഉപ്പ് ശ്രദ്ധിച്ചേ ഇടാവുള്ളൂ. ഓൾറെഡി അതിന് ഉപ്പുള്ളതാണ്. ഓക്കെ. ഞാൻ പിന്നെ ഈ ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാം? ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും. 1 or 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് തോരനാണ്. അപ്പോൾ ആ ഉപ്പ് അങ്ങ് പോകും. മഞ്ഞപ്പൊടി കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടില്ല കേട്ടോ. എടുത്തിടാൻ പോലും സമയം കിട്ടില്ല എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. പച്ചമുളകും വെളുത്തുള്ളി സവോളയും മാത്രം മതി കേട്ടോ. ജീരകം ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നേരത്തെ എടുത്ത് വെക്കാൻ മറന്നുപോയി കേട്ടോ. കുറച്ച് തേങ്ങ പാൻ ചെറുതാണ് കേട്ടോ. ഇപ്പം ഇല ഇടുമ്പം ഇല ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കൂടുതലായിട്ട് തോന്നുന്നു. പക്ഷെ ഇത് വേവും നടന്ന് ഇത് കുറച്ചിട്ട് ഇളക്കി ഒന്ന് ഇതായി കഴിയുന്ന ഉടനെ ബാക്കി നമുക്കിടാം. ഇലയൊന്ന് വേവുന്ന ഉടനെ കുറയുമല്ലോ. അപ്പം നമുക്ക് സ്പേസ് കിട്ടും. അന്നേരം നമുക്കിടാം.